മലയാള സിനിമയുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു വലിയ മനുഷ്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മുടെ ഗണേഷ് കുമാർ സാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമുക്കൊരു ചെറിയ കയ്യടി കൊടുത്താൽ പോരാ. നമ്മളൊക്കെ എത്രയോ വർഷമുള്ള സീരിയലുകളിലൂടെ, ടെലിവിഷൻ ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വേദി ധന്യമാക്കാൻ എത്തിയതിൽ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. 2 വാക്കുകൾ നമ്മളോടൊപ്പം അദ്ദേഹം സംസാരിക്കും. ആ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോരാ, അത് കണ്ടു തന്നെ അറിയണം. അതാണ് ഇന്നിവിടെ നടന്നത്. സത്യം പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടിയുള്ള ഈ കാഴ്ചകൾ നമുക്കൊരിക്കലും മറക്കാറില്ല. പലരും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മാഡം ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രസിഡൻ്റായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാറിനെ കാണാൻ വന്നു. അദ്ദേഹം കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മിനിസ്റ്റർക്ക് വരാനായിട്ടുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്നിവിടെ എത്താത്തത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ജില്ലയുടെ പ്രസിഡൻ്റായ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കലാകാരന് ഇവിടെ വന്ന് ഇത് നിറകണ്ണുകളോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ നന്മകളും ഈ മദർ തെരേസ ഫൗണ്ടേഷന് ഉണ്ടാകട്ടെ എന്ന് ഉത്തരോത്തരം അത് വളർന്ന് വരട്ടെ. പാവങ്ങളായിട്ടുള്ള, ഇതുപോലെ കാണാൻ പോലും പറ്റാതെ ഇരുന്ന് നിരങ്ങുകയും നടക്കാൻ വയ്യാതെ പോകുന്ന ഓരോരുത്തർക്കും അതൊരു അത്താണിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമസ്കാരം. നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ വേദിയെ ധന്യമാക്കിയ ആ വലിയ മനുഷ്യന് ഒരു നിറഞ്ഞ കയ്യടി കൂടെ കൊടുക്കണം. കാരണം അദ്ദേഹവും നമ്മൾ ഗണേഷ് കുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് ഇത്രയും വാക്കുകൾ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ തീർച്ചയായും ഇവിടെ നടന്ന എല്ലാ കാര്യവും അദ്ദേഹം സശ്രദ്ധം വീക്ഷിച്ചു എന്ന് തന്നെയാണ് കരുതാൻ. നിറഞ്ഞ സ്നേഹം, ഒരുപാട് സ്നേഹം, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് ഈ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് ആദർശ് ഷേണായ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ആദർശ് വേദിയിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു യങ്സ്റ്റർ ആണ്. അപ്പോൾ ആദർശ് ഇനിയും ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ലൈഫ് സ്റ്റൈലായിട്ടും അല്ലാണ്ട് ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആദർശ് ഷേണായ്ക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മുടെ മെഡിക്കോ ഫെസ്റ്റ് 2024 സ്നേഹാദരവ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ സാറും ജിജി മാമും ജ്യോതിഷ് സാറും മറ്റും കൂടെ നമ്മുടെ പൂജപ്പുര രാധാകൃഷ്ണൻ സാറും കൂടെ ചേർന്നിട്ട് ആദർശിനെ കൈമാറുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ആദർശ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ, ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്കൊരു വീൽ ചെയർ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ശ്രീമതി ഷീജ മാം, കാഞ്ഞിരംകുളം. ഷീജ മാമോ മാമിൻ്റെ ഫാമിലിയിൽ നിന്നോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീൽ ചെയർ ഏറ്റുവാങ്ങാനായിട്ടൊന്ന് സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശ്രീമതി ഷീജ, കാഞ്ഞിരംകുളം. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ സാറാണ് ഇത് നൽകുന്നത്. സാധാരണ ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള ചാരിറ്റികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട്. ചിലത് ചാരിറ്റിയുടെ പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ചാരിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ കൂടിയാണ് ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ. കാരണം പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ വർഷങ്ങളായി വിളപ്പിൽ കേന്ദ്രമാക്കി ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നുണ്ട്. വിളപ്പിൽ ശാല ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായി ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ പുറത്തു പോയി വിവരങ്ങൾ ശേഖരിക്കുന്ന അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കൊരു കുട എന്ന തരത്തിൽ വെയിലും മഴയും കൊള്ളാതെ അവർ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് സേവന പ്രവർത്തനം ചെയ്യണമെന്നൊരാശയം വിളപ്പിൽ രാധാകൃഷ്ണൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ നടപ്പിലാക്കി. അതുപോലെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ. എന്തുകൊണ്ടും ഈ വേദിയിലെത്താനും ഇവിടെ നിന്ന് സംസാരിക്കാനൊക്കെ എത്രയോ ദൂരെ മുന്നോട്ട് പോയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അർഹനാണ്. കൊടുക്കണം ഒരു നല്ല കൈയടി.
ആൻഡ് ഓൾസോ ശ്രീമതി ഷീജ മാഡം ഫ്രം കാഞ്ഞിരംകുളം ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റുവാങ്ങാനായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളെ വിളിക്കാവുന്നതാണ്. യെസ്, അപ്പം പിന്നെ വന്ന് കളക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് നമുക്കൊരു സീരിയൽ ആർട്ടിസ്റ്റിന് നൽകുന്ന ഒരു സ്നേഹ ആദരവാണ്. ബദ്രി നായർ. ബദ്രി നായർ ശ്രീ ബദ്രി നായർ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് വരണം. ശ്രീ ബദ്രി നായർ ഒരുപക്ഷെ അവർ ഒരു ഫുഡ് കഴിക്കുന്നതിലേക്ക് വേണ്ടി പോയിട്ടുണ്ടാകാം. ഓക്കെ, അടുത്തതായിട്ട് അഗൈൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ശ്രീമതി വിനീത ഡി അമൽ. അദ്ദേഹവും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും താരെങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വീൽ ചെയർ കൂടെ കൊടുക്കാമല്ലോ. അപ്പോൾ അടുത്ത വീൽ ചെയർ ഏറ്റുവാങ്ങാനായിട്ട് ശ്രീമതി ഷെരീഫ ബി വി കാട്ടാക്കട. ഷെരീഫ ബി വി മാഡം ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് ഈ ഒരു വീൽ ചെയർ കളക്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആളിവിടെ ഉണ്ടോ? ഷെരീഫ ബി വി. നമ്മൾ ഈ പേര് വിളിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ പുറകിലെങ്ങാനുമാണ് ഇരിക്കുന്നതെങ്കിൽ ദയവായി ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് കൈ ഉയർത്തിയാൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ടാകും. അപ്പൊ എന്തായാലും അടുത്ത പേരിലേക്ക് പോകാം. അടുത്തത് അഗൈൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വാക്കർ നൽകാം. ശ്രീമതി ആഗ്നസ് വലിയതുറ. ശ്രീമതി ആഗ്നസ് വലിയതുറ അവിടെ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വാക്കർ ഏറ്റുവാങ്ങാനായിട്ട് സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ദയവ് ചെയ്ത ആളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഒന്ന് ഉയർത്തി കാണിക്കാം. ശ്രീമതി ആഗ്നസ് വലിയതുറ. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥിയായ സ്നേഹ ഈ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം വന്നത് ഏറ്റുവാങ്ങണമെന്നുള്ളതാണ് നമ്മുടെ മേം പറയുന്നത്. സ്നേഹ ഒന്ന് വാങ്ങിക്കുക. ദയവായി സ്വാഗതം വേദിയിലേക്ക് സ്നേഹ. സ്നേഹയ്ക്ക് ഒരു വാക്കർ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ശ്രീമതി ആഗ്നസ് വലിയതുറ ആ മാഡത്തിനുള്ള വാക്കറാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സ്നേഹവുമായി ബന്ധമുള്ള ഒരാളുടെ ആണ് ഇതിന്റെ അവകാശി. അദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. കൊടുക്കാൻ ഒരു നിറഞ്ഞ കയ്യടി. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ അത് വാങ്ങി അവരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതും നമുക്കൊരു അഭിമാനം തന്നെയാണ്. അടുത്തത് ഒരു വീൽ ചെയർ ആണ്. ശ്രീമതി നബീസ ബി വി തൂങ്ങാമ്പാറ. ശ്രീമതി നബീസ ബി വി. ആളുണ്ട്. ഇതുപോലെ ആകണം. നമ്മൾ എവിടെ ഇരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കൈ ഉയർത്തി കാണിക്കുക. മാഡം എത്തിയിട്ടുണ്ട്. അപ്പൊ മാഡം ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് ഒരു വീൽ ചെയർ ഏറ്റുവാങ്ങാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ശിശുക്ഷേമ സമിതിയുടെ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ വേദിയിലിരിക്കുകയാണ്. ശ്രീ അരുൺ ഗോവിന്ദ് സാർ. അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറയാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സർ അല്പസമയം കൂടി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുക ദയവായി. ശ്രീമതി നബീസ ബി വി തൂങ്ങാപ്പാറ മാഡമാണ് ഈ ഒരു വീൽ ചെയർ ഏറ്റുവാങ്ങുന്നത്. ഇനി നമുക്ക് ഒരാൾക്ക് കൂടെ വീൽ ചെയർ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ശ്രീമതി അനിത കുമാരി ഫ്രം കാട്ടാക്കട. ശ്രീമതി അനിത കുമാരി ഫ്രം കാട്ടാക്കട. മാഡം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കയർത്തി കാണിക്കുക. ഉണ്ടോ? അനിത മാഡം ഉണ്ടോ? അനിത കുമാരി ഫ്രം കാട്ടാക്കട ഇല്ല തോന്നുന്നു. സോ എനിവേ, അപ്പോൾ ഇനി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളോട് ബന്ധപ്പെട്ടാൽ ഈ ഒരു വീൽ ചെയർ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് നന്ദി. പൂജപ്പുര രാധാകൃഷ്ണൻ സാറിനും ശ്രീ വിളവൽ രാധാകൃഷ്ണൻ സാറിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് വിശിഷ്ട അതിഥികൾ കൂടെ ഒരു വേദി